എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 2 ശ്ലോകം 28, 29, 30, 31, 32 5 ശ്ലോകങ്ങള് നമുക്ക് ഇന്ന് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനും ദേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ശ്ലോകം 28. അമാദ്യദിന്ദ്രസോമേന ദക്ഷിണാഭിർദ്വിജാതയ മരുത പരിവേഷ്ടാരോ വിശ്വേ ദേവാ സഭാസദ. ഇന്ദ്രൻ സോമേന സോമത്താൽ അമാദ്യൽ സന്തോഷിച്ചു. ദ്വിജാതികൾ ദക്ഷിണകൾ കൊണ്ട് അമാദ്യൻ സന്തോഷിച്ചു. പരിവേഷ്ടാര വിളമ്പുന്നവർ, മരുദേവന്മാർ, സഭാസദ സദസ്സിലിരിക്കുന്നവർ, വിശ്വേദേവാഹ വിശ്വേദേവന്മാർ. ഇന്ദ്രൻ അങ്ങനെ പാനം കൊണ്ട് മത്തനായിട്ട് ഭവിച്ചു. സോമരസം കുടിച്ച് ദേവേന്ദ്രൻ മത്തനായി. ബ്രാഹ്മണര് ദക്ഷിണകൾ കൊണ്ട് അതീവ സന്തോഷിച്ചു. അത്രയും ഗംഭീരായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഇത്രയും ശ്രേഷ്ഠമായിട്ടൊരു യജ്ഞം അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല പറഞ്ഞില്ലേ. അതിന് അത്ര അധികം ദക്ഷിണ കൊടുത്തു ബ്രാഹ്മണർക്ക്. വളരെ സന്തോഷമായി. ബ്രാഹ്മണരെല്ലാരും വളരെ സന്തോഷിച്ചു. ഭക്ഷണ പദാർത്ഥങ്ങള് വിളമ്പി കൊടുക്കുന്നവര് തന്നെ മരുദേവന്മാരായിരുന്നു. ഇഷ്ടംപോലെ. അങ്ങനെയാണ്. എല്ലാം വേണ്ടതുപോലെ നടക്കണുണ്ടോ എന്ന് മേലന്വേഷണം ചെയ്യുന്ന സദസ്യന്മാര്, അതോ അവര് വിശ്വദേവന്മാരാണ് ഇതൊക്കെ മേലന്വേഷണം നടത്തിയിരുന്നത്. അങ്ങനെ എല്ലാം വേണ്ടതുപോലെ, എവിടെയും ഒരു കുറവില്ല. അത്ര ഗംഭീരായിട്ടുള്ള യജ്ഞം. മരുത്തസ്യതമപുത്ര തസ്യാസീൽ രാജ്യവർദ്ധന സുധൃതിസ്ഥൽ സുതോ ജജ്ഞേ സൗധൃതേയോ നരസുത. മരുത്തന്റെ പുത്രൻ ദമൻ, അദ്ദേഹത്തിന്റെ പുത്രൻ രാജ്യവർദ്ധനൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സുധൃതി, സുധൃതിയുടെ പുത്രൻ നരൻ, സുധൃതിയുടെ പുത്രനായതുകൊണ്ട് നരനെ സൗധൃതേയൻ എന്നും പറയാറുണ്ട്. തൽസുത കേവലസ്തസ്മാൽ ബന്ധുമാൻ വേഗവാൻ സ്തദാ ബന്ധുസ്തസ്യാഭവൽ യസ്യ തൃണബിന്ദുർ മഹീപതി. നരന്റെ പുത്രൻ കേവലൻ, അദ്ദേഹത്തിന്റെ പുത്രൻ ബന്ധുമാൻ, ബന്ധുമാനിൽ നിന്ന് വേഗവാന്റെ പുത്രൻ ബന്ധു, ബന്ധുവിന്റെ പുത്രൻ തൃണബിന്ദു എന്നു പേരായ രാജാവ്. തം ഭേജേ അലംബുഷാദേവി ഭജനീയ ഗുണാലയം വരാപ്സരായത പുത്ര കന്യാചേടവിടാഭവൽ. ഭജനീയ ഗുണാലയം, ഭജിക്കാൻ യോഗ്യങ്ങളായ ഗുണങ്ങളുടെ വാസനാഭവനമായ തം അദ്ദേഹത്തെ, വരാപ്സരാഹ അപ്സരസുകളിൽ ശ്രേഷ്ഠയായ അലംബുഷാദേവി അലംബുഷ എന്ന ദേവി ഭേജെ ഭജിച്ചു. യഥാ യാതൊരുത്തിൽ നിന്ന് പുത്രാഹ പുത്രന്മാരും ഇടവിടാ കന്യാച്ച ഇടവിട എന്ന കന്യകയും അഭവത് ഭവിച്ചു. ആ തൃണബന്ധു എന്ന മഹാരാജാവ് ഉണ്ടല്ലോ, വളരെ ഉത്കൃഷ്ട ഗുണങ്ങള് ഉള്ള ഒരു മഹാരാജാവായിരുന്നു. എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആള്. അപ്പൊ അപ്സര സ്ത്രീകൾക്ക് അദ്ദേഹത്തിന് എല്ലാ മോഹമായി എന്നാ പറയണേ. അങ്ങനെ അപ്സര സ്ത്രീകളില് ശ്രേഷ്ഠയായിട്ടുള്ള അലംബുഷ എന്നു പേരായ ദേവി അദ്ദേഹത്തിന് വിവാഹം ചെയ്തു. ആ ദേവിയില് തൃണബിന്ദുവിന് കുറെ പുത്രന്മാരുണ്ടായി. പിന്നെ ഇടവിട എന്നു പേരായ ഒരു കന്യകയും ഉണ്ടായി. തസ്യാമുൽപാദയാമാസ വിശ്രവാധനദം സുതം അവാപ വിദ്യാം പരമാം ഋഷിർ യോഗേശ്വരാൽപിതു. തൃണബിന്ദുവിന്റെ പുത്രിയായ
ഇടവിടയെ പുലസ്ത്യ മഹർഷിയുടെ പുത്രനായ വിശ്രവസു മഹർഷി വിവാഹം ചെയ്തു. ആ ഇടവിടയിലെ കുബേരൻ എന്നുപേരായ പുത്രൻ ഉണ്ടായി. അതിസൂക്ഷ്മബുദ്ധിയായ ആ കുബേരൻ യോഗേശ്വരനായ തന്റെ പിതാവിൽ നിന്ന് അത്യുത്കൃഷ്ടമായ അന്തർധാന വിദ്യ അഭ്യസിച്ചു എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.